കേട്ടാ വെള്ളാപ്പള്ളി നടേശൻ ഈ നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവനകളൊക്കെ ഇറക്കിയിരുന്നു. അതാരും ശ്രദ്ധിച്ചില്ല. മലപ്പുറം മറ്റൊരു ലോകമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും അങ്ങനെ അത്ര പ്രസക്തി ഉണ്ടായില്ല. അത് പ്രസക്തി ഉണ്ടാക്കാത്തതാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും കേരള സർക്കാരിന് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായി വരുന്നുണ്ട്. അതെ വിജയ്, അതിനകത്ത് വെള്ളാപ്പള്ളി നടേശനോട് ഒരു പ്രത്യേക താല്പര്യം എന്ന് പറയാൻ കാര്യം, വെള്ളാപ്പള്ളിക്ക് മുമ്പൊന്നും ഇല്ലാത്തൊരു പ്രോമിനൻസ് സർക്കാർ കൊടുക്കുന്നു. അത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രത്യേകത, വോട്ട് ബാങ്ക് മാത്രമാണ് അവരുടെ ലക്ഷ്യം. വോട്ട് കിട്ടാൻ എന്ത് തരികടയും അവർ കാണിക്കും. അതായത് എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ വായിച്ചിട്ടുള്ളത്, ഞാൻ കേട്ടിട്ടുള്ളത്, EMS എന്ന സൈദ്ധാന്തിക ചിന്തകൻ, അവരുടെ EMS അവരുടെ ഏറ്റവും വലിയ ചിന്തകനാണ്. പാർട്ടി എന്ന് പറയുന്നത് EMS ആണ്, ബൗദ്ധിക കേന്ദ്രം EMS ആണ്. അപ്പോൾ EMSന് ശേഷം അങ്ങനെ ഒരു ബൗദ്ധിക കേന്ദ്രമൊന്നും ഇവർക്കില്ല. നിലവിലിപ്പോൾ CPM നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അവർക്കൊരു ബുദ്ധി കേന്ദ്രം ഇല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെടുത്തിരിക്കുന്ന ഒരു അടവ് നയമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനോട് കാണിച്ചിരിക്കുന്ന സ്നേഹം. അത് വിജയ് ഇപ്പോൾ എന്നോട് തുടക്കത്തിൽ ചോദിച്ച പോലെ സർക്കാർ ഇപ്പോൾ ഒരു സ്പോൺസേഡായിട്ട് വെള്ളാപ്പള്ളി എടുത്തിരിക്കുക. അതിൻ്റെ കാരണം എന്തെന്നറിയോ? ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇതിന് തൊട്ടു മുമ്പ്, ചുരുക്കത്തിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, പിണറായി വിജയൻ്റെ മകളെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കോഴിക്കോടുകാരൻ വിവാഹം കഴിച്ചോ അന്നു മുതൽ തുടങ്ങിയതാണ് ഈ ഒരു സ്നേഹം. ഇപ്പോൾ കുമാരനാശന് ശേഷം ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ആയിരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പൊന്നാവ് കൊണ്ട്, ആരുടെ? പിണറായി വിജയൻ്റെ പൊന്നാവ് കൊണ്ട്. നമ്മൾ പൊൻതൂലിക എന്ന് പറയും, പക്ഷെ പൊന്നാവ് കൊണ്ട്, അതും വെള്ളാപ്പള്ളിയെ. പറഞ്ഞോളൂ, എന്തെങ്കിലും പറയണ്ടേ പറയും. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയ് തുടക്കത്തിൽ പറഞ്ഞ പോലെ മലപ്പുറം പരാമർശം, മലപ്പുറം മറ്റൊരു ലോകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ലോകമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ ചുമ്മയൊന്നും പറയില്ല. പിണറായി വിജയനെ എഴുതി കൊടുക്കാനൊക്കെ അവിടെ ആളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആളൊക്കെ ഉണ്ട്. കുമാരനാശാന് ശേഷം ഏറ്റവും കൂടുതൽ കാലം SNDPയുടെ തലപ്പത്തിരുന്ന അദ്ദേഹമാണെന്ന് ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി നോക്കിയിട്ടാണ് പ്രഭാകരൻ എഴുതി കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മനോജ് എഴുതി കൊടുത്തിരിക്കുന്നത്, PM മനോജ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം അദ്ദേഹം പറയുമ്പോൾ അവിടെയും ഒരു വോട്ട് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 2026 ഇലക്ഷൻ തന്നെയാണ് അവിടെ ലക്ഷ്യം. 2026 മാത്രമല്ല, നിലമ്പൂർ അവരുടെ കണ്ണിൽ അന്ന് ഉണ്ടായിരുന്നു. നിലമ്പൂർ പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അതിനു മുമ്പ് പറ്റിയൊരു അമളി ഉണ്ടായിരുന്നു. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് മലപ്പുറത്തിന് അതിന് പറ്റിയൊരു തെറ്റുണ്ടായിരുന്നു. കാര്യം അദ്ദേഹത്തെ ഇപ്പൊ നിയന്ത്രിക്കുന്നത് ഒരു ഈവൻ സംഘമാണ്. ഇപ്പൊ നമ്മൾ കണ്ട് വില കൂടിയ ഒരു ബസ്, ആ ബസ്സിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടെ 19 മന്ത്രിമാരെ, 19 മന്ത്രിമാരല്ലേ? അതെ, ഈ 19 മന്ത്രിമാര് തന്നെ ഒരു ജംബോ മന്ത്രിസഭയാണ്. അതെനിക്കൊന്ന് ജസ്റ്റ് പറയേണ്ടി വരും. കഴിഞ്ഞ നയനാർ മന്ത്രിസഭ കാലത്തൊക്കെ എത്ര മന്ത്രിമാരാണ് ഉണ്ടായിരുന്നെന്ന് അറിയാം? 12 മന്ത്രിമാരൊക്കെ ആയിരുന്നു. ഇവിടെ എന്തിനീ 19 മന്ത്രിമാര്? അത് ആയിക്കോട്ടെ, ഈ 19 മന്ത്രിമാരും കൂടെ എന്താ അതിനകത്ത്? ആ വണ്ടിക്കകത്ത് ആരോ തമാശക്ക് പറഞ്ഞ് അതിനകത്ത് അപ്പിയിടാനാണ് ഇവരെല്ലാം കൂടെ പോയത്, അല്ലേ? എന്നിട്ട് അത് നടത്തിയ ഒരു ഈവൻ്റാണ്, അല്ലേ? എന്നിട്ട് ഞങ്ങൾ കുറച്ചു മുമ്പ് നമ്മുടെ സഹപ്രവർത്തകരായിട്ട് ഇവിടെ സംസാരിച്ചപ്പോൾ നമ്മൾ ഒരു ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞതാണ്, ആരൊക്കെ വെട്ടിച്ചിട്ടുണ്ടോ അവരെയൊക്കെ വെള്ളപൂശാനായിട്ട് അവരുടെ അടുത്ത് ഫണ്ടിന് പോകും. ഇപ്പം നിങ്ങൾക്ക് പരിചയം, ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിന്റെ ഈവന്റ് നടത്താൻ ഞാനാണ് ചെന്ന് സംസാരിക്കുന്നത്. അപ്പൊ അവർ ചോദിക്കും, ഞങ്ങൾ ഈവന്റ് ഒക്കെ നടത്താം, ഈ ഈവന്റ് നടത്തണം. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടുണ്ടല്ലോ, വിജയ് പോയിട്ടുണ്ടല്ലോ, ഒരു തട്ടിപ്പ് മണം ഫീൽ ചെയ്യും. നമ്മൾ ഒരു സ്ഥലത്ത് നമുക്ക് ചെല്ലുമ്പോൾ ഒരു തട്ടിപ്പ് മണം ഫീൽ ചെയ്യും. കാര്യം നമ്മളൊക്കെ മീഡിയ പണിയെടുക്കുന്നവരാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കുറേ തട്ടിപ്പുകാരന്മാരുടെ നമ്മൾ നടക്കുമല്ലോ. അപ്പൊ നമുക്ക് ഈ തട്ടിപ്പുകാരന്മാരെ കണ്ടാൽ അറിയാൻ പറ്റും നമ്മളെ ഒരു തട്ടിപ്പാവും. മനസ്സിലായില്ലേ? അപ്പൊ ഈ തട്ടിപ്പുകാരന്മാരെ അവിടെ ഒരു തട്ടിപ്പ് ഫീൽ ചെയ്യും. ആ തട്ടിപ്പുകാരന്മാർ വരുമ്പോഴത്തേക്ക് ഇവർ ആദ്യം PM മനോജിന്റെ അടുത്തായിരിക്കും പോകണം. PM മനോജ് പറയും, ഞങ്ങൾ ഇതൊക്കെ ചെയ്യാം, ഞങ്ങൾ കാരണവരെ എഴുന്നള്ളിക്കാം, കാരണവരെ കൊണ്ട് ഇരുത്താം, ഒറ്റ കൊമ്പനായിട്ട് ഇങ്ങനെ കൊണ്ട് ഇരുത്താം, പക്ഷെ നിങ്ങൾ ഫണ്ട് റെഡിയാക്കി തരണം. അതിനെന്താ സാറേ, നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവർ മറ്റേ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇവരൊക്കെ നോക്കിയിട്ടൊന്നും ഇവിടെ കാശ് നേരെ അടയ്ക്കാത്തവരുണ്ട്, മാസം തോറും ടാക്സ് അടയ്ക്കാത്ത കേസുകളൊക്കെ ഉണ്ട്, അവരെയൊക്കെ നമുക്ക് ഇത് പിടിച്ചിട്ടാന്ന് പറയും. അങ്ങനെ പിടിച്ചിട്ട് കൊടുക്കും. അങ്ങനെ സ്പോൺസർമാരെ കിട്ടും. സ്കൂളിന്റെ മതിലിടിച്ച് വേദി ഉണ്ടാക്കി കഥ അറിയാലോ? തീർച്ചയായിട്ടും അറിയാലോ. അതാണ് കേരള നവോത്ഥാന യാത്ര. അതെ, അപ്പൊ നമ്മൾ ആ നവോത്ഥാനം, ആ യാത്ര മുതൽ അതിനുശേഷം ഈ പറയുന്ന ലോക്സഭ ഇലക്ഷനിൽ സീറ്റ് നഷ്ടപ്പെട്ട് 15 സീറ്റ് 20 സീറ്റ് BJP 2ാം സ്ഥാനത്താണ്. അപ്പോ കാൽക്കീഴിലെ മണ്ണ് പോയി തുടങ്ങി. അപ്പൊ ഇനി എന്താ വഴി? ഒരു കാര്യം കൂടെ വിജയനറിയാമോ? വിജയ്, നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏറ്റവും കൂടുതൽ SNDPക്കാരാണ് ഇവർക്ക് വോട്ട് ചെയ്തിരുന്നത്. 27% വോട്ടാണ് SNDP ഇരുന്നത്. അത് പോയി, അത് പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് പോയി.
തട്ട വീടുന്നതിന് വരെ അഭിപ്രായം പറഞ്ഞു. അറിയാമോ? തട്ട ഇടുന്നതിന് വരെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. തട്ട ഇടുന്നതിന് വരെ കയറി പിന്നെ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ അവരുടെ താടി വളർത്തിയ മതപണ്ഡിതർ പറഞ്ഞു വേണ്ട, പൊട്ടണ്ട, ഞങ്ങൾക്കറിയാൻ പറയാൻ എന്ന് പറഞ്ഞു. അപ്പൊ അത്ര സ്നേഹമായിരുന്നു. ആ സ്നേഹം എവിടെ വെച്ച് സ്പ്ലിറ്റായി? വോട്ട് പോയി. അപ്പൊ വെള്ളാപ്പള്ളിയെ വേണം. പിന്നെ വെള്ളാപ്പള്ളിയുടെ കഥ അറിയാമോ? കളിച്ചുകുളങ്ങര കേസ്, കളിച്ചുകുളങ്ങര ആ പാവപ്പെട്ട മനുഷ്യൻ മരിച്ച കേസൊക്കെ ഉണ്ടല്ലോ, CBI അന്വേഷണം. അപ്പൊ അതൊക്കെ ഫയൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ശശിയേട്ടൻ്റെ കയ്യില്. ആരെ? പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയേട്ടൻ്റെ കയ്യില്. ശശിയേട്ടൻ അതൊക്കെ എടുത്തങ്ങ് ഇറക്കിയാൽ സംഭവം വേറെയാവും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് വെള്ളാപ്പള്ളി നടേശന് ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, എന്തോ പറയാ, വിശപ്പ് പശുവിന് വിശപ്പും തീരും, പശുവിന്റെ ചൊറിച്ചിൽ തീർന്ന് ആ പുഴുവിനെ തിന്നുന്ന പിന്നെ കൊക്കിന് വിശപ്പും തീരും, പശുവിന്റെ ചൊറിച്ചിലും തീരും എന്ന് പറയുന്ന പോലെ പിണറായി വിജയന് വോട്ടും കിട്ടും, വെള്ളാപ്പള്ളി നടേശന് സൂയിപ്പീരോ. അപ്പൊ ഇതിപ്പോ ബാലഗോപാലാണ് കൊച്ചിയിൽ ഈ പരിപാടി എന്തോ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, അല്ലെ? അപ്പോ ഇതിലിപ്പോ വിജയ്, നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പൊ വിജയിനെ ഞാൻ പോർത്തുന്നു. വിജയ് ഇങ്ങനെ വന്നിരുന്നിട്ട് ഞാൻ ഒരു വേദി ഇരുത്തിയിട്ട് വിജയ് അങ്ങ് തിരുവനന്തപുരത്തെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ്, സിനിമ അസോസിയേറ്റ് ഡയറക്ടറാണ്, വിജയ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിജയെ ഞാൻ അങ്ങോട്ടൊരു വേദിയിൽ പോഴത്തേക്ക് അടുത്ത ഞാൻ അവിടെ ഇരിക്കുമ്പോൾ വിജയ് പറയും അയ്യപ്പണ്ണൻ എനിക്കറിയാം, അയ്യപ്പണ്ണൻ തിരുവനന്തപുരത്ത് അങ്ങനെയായിരുന്നു, അയ്യപ്പണ്ണൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഇത് നോക്കപ്പോൾ എന്തോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബിംബവൽക്കരണം, അല്ലേ? ഇതൊക്കെ കണ്ട എന്താ തോന്നുക? ക്ലീശ, ഒന്നാന്തരം ക്ലീശ. ഇത് ആർക്ക് വേണ്ടി? അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി 10 വോട്ട് പിടിക്കുക, മലപ്പുറം പരാമർശത്തെ. പിന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ സംഭവിച്ചു. നമ്മൾ മലപ്പുറം പരാമർശം വിജയ് ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത്. മലപ്പുറത്ത് ഈ ഇലക്ഷൻ വന്നപ്പോൾ വെള്ളാപ്പള്ളിയുടെ മകനുണ്ട്, തുഷാർ വെള്ളാപ്പള്ളി. ഏറ്റവും വലിയ തമാശ, കേരളമുതലെ പയ്യന്മാരുടെ അടുത്ത് ചോദിച്ചു നോക്കണം, കേരളമുള്ള സുഹൃത്തുക്കൾക്ക്, എൻ്റെ പൊന്നണ്ണ തുഷാർ വെള്ളാപ്പള്ളിയെ കുറിച്ച് ഒന്നും പറയല്ലേ അണ്ണ എന്ന് പറഞ്ഞ് ഉയര് കൊണ്ട് ഓടണ പയ്യന്മാർ. അത്ര നല്ല കിടിലാണ്. അങ്ങനെ എന്നൊക്കെ പ്രായം വരും, 56 വയസ്സ് 55 വയസ്സൊക്കെ അങ്ങനെ വരും. ഈ തുഷാർ വെള്ളാപ്പള്ളി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറഞ്ഞു മലപ്പുറത്ത്. അത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറഞ്ഞു. അവരുടെ തെറ്റ്. BJPക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ നിർത്താന്ന് പറഞ്ഞു. അവിടെ കുറച്ച് ഈഴവാസം ഉണ്ട്, അവർ വോട്ട് ചെയ്യുന്നു. എന്നിട്ട് രായ്മാൻ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. എന്നിട്ട് BJP അവസാനം പിന്നെ സ്ഥാനാർത്ഥിയെ തപ്പിപ്പോയിട്ട് സ്ഥാനാർത്ഥിക്ക് അംഗത്വം കൊടുത്ത്. ആ കഥ അറിയാമോ? ഈ നിന്ന ആള് സ്ഥാനാർത്ഥി ആയ ശേഷമാണ് അദ്ദേഹത്തിന് അംഗത്വം കൊടുത്തത്. അതറിയാലോ? ഇപ്പൊ ആയിരിക്കുന്ന ഒരാളില്ലേ, കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളാണ്, അദ്ദേഹത്തിന് പിന്നെയാണ് അംഗത്വം കൊടുത്തത്. അങ്ങനെ അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചത്. അപ്പൊ കേരള കോൺഗ്രസ്. അപ്പൊ ഇതില് നമുക്കൊരു ചുരുക്കെടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, മലപ്പുറത്ത് ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് അവരുടെ BDJS ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല? ഇത്രയും വലിയൊരു വർത്തമാനം പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ BDJS ഒരു സ്ഥാനാർത്ഥി നിർത്തിയില്ലല്ലോ. ഇല്ല. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായ തുഷാർ വെള്ളാപ്പള്ളിക്ക് പറ്റിയോ? ഇല്ല. തുഷാർ വെള്ളാപ്പള്ളി അങ്ങ് വലിഞ്ഞു. ഒരു വീടിന്റെ അടുക്കള, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മകൻ, BDJS ഒരു ഭാഗത്ത്. ഇദ്ദേഹം ആരുടെ കൂടെ? ഭരണത്തിരിക്കുമ്പോൾ CPM-ന്റെ കൂടെ, ഭരണം മാറുമ്പോൾ കോൺഗ്രസിന്റെ, അല്ലേ? അപ്പൊ ഇപ്പോ എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ സാറിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും. എന്താ കുഞ്ഞേ, എന്താ വേണ്ടത് പറയൂ എന്നൊക്കെ പറഞ്ഞ് വളരെ സരസമായിട്ട് അദ്ദേഹം സംസാരിക്കും. അതെല്ലാം ഓക്കെ. അപ്പോ സ്വത്വ രാഷ്ട്രീയം അദ്ദേഹത്തിനെ സംബന്ധിച്ച് സ്വത്വരാഷ്ട്രീയമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം കാലാകാലങ്ങളിൽ മാറി. നമ്മുടെ കേരളമുതൽ രാഷ്ട്രീയം അറിയാമോ? കേരളമുതൽ രാഷ്ട്രീയം പോലെയാണ്. കേരളമുതിക്കൊരു രാഷ്ട്രീയമുണ്ട്. പത്രാധിപർ സുകുമാരൻ SNDP കാരനാണോ എന്ന് മാത്രമേ അദ്ദേഹം നോക്കുള്ളൂ. അദ്ദേഹം വയലാർ രവി ആണെങ്കിൽ വയലാർ രവിക്ക് വേണ്ടി എഴുതും. സഖാവ് VS-ന് വേണ്ടി എഴുതും. സ്വത്വം എന്ന് പറയുന്നത് SNDP ആണെന്ന് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് SNDP കാരന് വേണ്ടി. പക്ഷേ ഇതിൽ എൻ്റെ ഒരു സംശയം, ഇതിലിപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തെ പുകഴ്ത്തുന്നു, അദ്ദേഹം പിണറായി വിജയനെ പുകഴ്ത്തുന്നു, ഈ പറയുന്ന പോലെ SNDPയെ പുകഴ്ത്തുന്നു, സർക്കാർ ഫംഗ്ഷൻ വയ്ക്കുന്നു, അദ്ദേഹത്തിൻ്റെ SNDPയിലെ ഒരു 50 വോട്ട് ഒരു ജില്ലയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞാൽ കിട്ടുമോ? വെള്ളാപ്പള്ളി പറഞ്ഞാൽ മാറൂ? എനിക്കറിയില്ല. മാറുമോ? തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഒരു 50 വോട്ട് വെള്ളാപ്പള്ളി പറഞ്ഞാൽ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല, എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് തോന്നണതാണ്. ഏതായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഭാഗ്യമാണ്, നല്ലൊരു സമയമാണ്. പുകഴ്ത്തൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇകഴ്ത്തലിനേക്കാൾ ഏറ്റവും നല്ലതാണ്, അല്ലേ? ഒരു വ്യക്തിയെ പുകഴ്ത്തുക. പറഞ്ഞോളൂ. ഒരു തിരിച്ചറിവ് CPM-ന് കിട്ടുന്ന അതുവരെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഈ പുകഴ്ത്തൽ. അത് അല്ലെങ്കിൽ ഈ സൂപ്പീർ എന്നുള്ളത് നമുക്ക്
അല്ല വിജയ്, എനിക്ക് തോന്നുന്നത് ഒരു ആത്മവിശ്വാസം നമുക്കെല്ലാം വേണമല്ലോ. ഞങ്ങളിങ്ങനെ പുകഴ്ത്തിയത് കൊണ്ട് അവർ നമ്മളെ വല്ലതും ചെയ്യും എന്നൊക്കെ നമ്മളെല്ലാം ഒരു ധാരണയിൽ ജീവിക്കുന്നവരാണല്ലോ. എന്നെ വിജയ് ചിലപ്പോൾ സഹായിക്കും, പരസ്പര ധാരണ. ഞാൻ അങ്ങോട്ട് താഴെ ഇറങ്ങുമ്പോൾ എന്നെ ചിലപ്പോൾ ഒന്ന് മെട്രോ വരെ കൊണ്ടാക്കി തരും എന്ന് ഞാൻ ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായാൽ ആ ധാരണയുടെ പുറത്ത് ഞാൻ ജീവിക്കണം. ആ സമയം വരെ എനിക്ക് സന്തോഷിക്കാമല്ലോ. ഏതായാലും ഇലക്ഷൻ വരാൻ, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ വരെയും സന്തോഷിക്കട്ടെ. ശേഷം 26-ല് അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്, അതിൽ ഒരു സന്തോഷിക്കട്ടെ. ആര് വെള്ളാപ്പള്ളിയായിട്ടുള്ള ടൈപ്പ് നിൽക്കട്ടെ. ഒരു സ്ലിപ്പ് ഓഫ് ടങ്ങിലൂടെ ഇതൊന്നും പിണങ്ങാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം.